നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് ശ്രീ ജോസഫ് നെല്ലിക്കലാണ്. അദ്ദേഹമാണ് ഈ ലോഗോസ് ക്യൂസിൻ്റെ ഷൂട്ടിംഗ് രീതിയിലേക്ക് മാറിയതിന് ശേഷം കഴിഞ്ഞ 15 വർഷമായി എൻ്റെ പിന്നിലെ ആർട്ടിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ജോസഫ് നെല്ലിക്കൽ. അദ്ദേഹം നമുക്കറിയാം എല്ലാവർക്കും. ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ 101ാമത്തെ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിൻ്റെ എത്രയൊക്കെ വലിയ സിനിമകളുടെ എത്ര തിരക്കിൽ ആയാൽ പോലും ലോഗോസ് ക്യൂസിൻ്റെ സമയത്ത് അതിൻ്റെ ഷൂട്ടിങ്ങിന് അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ, അതും അതിൻ്റെതായ തീമൊക്കെ നോക്കി തന്നെ വളരെ മനോഹരമായ സെറ്റുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചത് ജോസഫ് നെല്ലിക്കൽ സാറാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നു ജോഷിയച്ചൻ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജോഷിയച്ചനൊക്കെ ഉള്ള സമയത്ത് കുറച്ചും കൂടി യൂത്ത് POC ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ജീസസ് യൂത്തിലിരിക്കുന്ന സമയത്ത് കൂടുതൽ ജീസസ് യൂത്ത് അംഗങ്ങളെല്ലാം ഇവിടെ വരികയും ഓരോ പ്രോഗ്രാംസെല്ലാം കണ്ടക്ട് ചെയ്യുകയും ഒക്കെ നിൽക്കുന്ന സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു അത്രയും നാൾ ഒരു യുവജനങ്ങൾ ഇങ്ങനെ POC അധികം അടുപ്പമുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ ആ ഒരു വർഷം മുതലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് എല്ലാവരും വരുന്നത്. അങ്ങനെയാണ് ഞാനും ഇവിടെ വരുന്നത്. അപ്പോൾ ജോഷിയൻ വിളിച്ചു. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോഗോസ് ക്യൂസിനകത്ത് ഒരു സ്റ്റേജ് പെർഫോമൻസിലൊക്കെ മാറുന്നുണ്ട്, ഒരു കോമ്പറ്റീഷൻ സ്റ്റേജിലൊക്കെ വരുന്നു. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചിട്ട് ആ തീമിനനുസരിച്ചുള്ളൊരു ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. ഒപ്പം ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്കും ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും, നന്നായി വരും എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പറഞ്ഞു കൊടുത്ത് അതിന് ഡിസൈനെ കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് അച്ഛനത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അച്ഛൻ ബാക്കിയുള്ള ആൾക്കാരുടെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റൈലിലോട്ട് അങ്ങനെ കടന്നു വരുന്നത്. പിന്നീട് ഓരോ വർഷം കഴിയുമ്പോഴും അതിന് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കുറേ എന്താ പറയുക, തീമുകൾക്കനുസരിച്ചിട്ട് തന്നെ ആ സ്റ്റേജിൻ്റെ കളർ ടോണുകളും എല്ലാം മരുന്നത്തിൽ സെറ്റ് ചെയ്യാൻ സാധിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങി വരാൻ കാരണം, ഇപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ചെയ്യുമ്പോഴത്തേക്കെല്ലാം എൻ്റെ ഒരു കഴിവാണല്ലോ പുറത്തൊക്കെ വരുന്നത്. പക്ഷേ ഈ കഴിവെന്ന് പറയുന്നത് ദൈവം എനിക്കെന്ന കഴിവാണ്. അതുകൊണ്ട് ആ കഴിവിനെ നമുക്ക് എങ്ങനെയാണോ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത്, തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അത് പല തരത്തിലായിരിക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് എൻ്റെ കഴിവുകളെ കാണിച്ചു കൊടുക്കാനും ആ കഴിവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മേഖലയായിട്ട് ഞാൻ ലോഗോസ് ക്യൂസിനെ കണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ എല്ലാ വർഷവും ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ആ സമയം കണ്ടെത്തിക്കൊണ്ട് വരാൻ കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഇതിന് കാരണം ഒരുപാട് ഹിറ്റ് സിനിമകൾ ജോസഫേൻ്റെ പേരിലുണ്ട്. ഈ സിനിമകളുടെ ഇടയ്ക്ക് പോലും ഇവിടെ ലോഗോസ് ക്യൂസ് ഉണ്ടെങ്കിൽ സെറ്റ് ജോസഫേണ്ണാണ്. അപ്പോൾ എന്നോട് അച്ഛൻ പറയുമ്പോൾ സെറ്റ് റെഡിയാണ്, ജോസഫേണ്ണ അതിൻ്റെ ഇത് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്ര തിരക്കിൻ്റെ ഇടയിൽ പോലും, അതും ഒരു ക്രിസ്തീയ മേഖലയിലാണ്, ഒരു ലോഗോസ് ക്യൂസിൻ്റെ സെറ്റ്, അതിൻ്റെ ആ ഒരു മനസ്സെങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കെന്ന് വെച്ചാൽ നമുക്കെല്ലാം ദൈവം തരുന്നതാണല്ലോ കഴിവുകളെല്ലാം. ഇപ്പോൾ ഞാൻ സിനിമയിൽ എത്തിപ്പെടാൻ കാരണം എനിക്കൊരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആ ബാക്ക് ഡ്രോപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തപ്പോഴത്തേക്കാണ് സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ കഴിവിനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ഓപ്പണിങ് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് വരക്കാൻ കഴിവുണ്ട്. ഈ വരക്കാൻ കഴിവുള്ള ഒരാൾക്ക് ബ്രഷ് പിടിക്കാനും പെൻ പിടിക്കാനും പറ്റും. അപ്പോൾ അതിന് ഈ തള്ളവിരൽ ആവശ്യമുണ്ട്. ഈ തള്ളവിരലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബ്രഷ് പിടിക്കാൻ പറ്റത്തില്ല, വരക്കാൻ പറ്റില്ല. അങ്ങനെ വരക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളെ സിനിമക്ക് ആവശ്യമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കണ്ണിനോ കാലിനോ കാതുകൾക്കോ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിന് എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനും സമയം കണ്ടെത്തി ഇങ്ങനത്തെ ഒരു മേഖലയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയം കണ്ടെത്തിയോട്ട് കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തോട് വരുന്നത്.